ഗുഡ് മോർണിംഗ്. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 13 പ്രോബിലിറ്റി. പ്രോബിലിറ്റി നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കണ്ടീഷണൽ പ്രോബിലിറ്റിയെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ആ ടോപ്പിക് ഈസ് അബൌട്ട് കണ്ടീഷണൽ പ്രോബിലിറ്റി. ഒരു കണ്ടീഷൻ അനുസരിച്ച് വരുന്ന നമ്മൾ ചെയ്യുന്നതാണ് കണ്ടീഷണൽ പ്രോബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? പി ഓഫ് എ ഗിവൺ ബി. പി ഓഫ് എ ഗിവൺ ബി ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇറ്റ് ഈസ് കോൾഡ് കണ്ടീഷണൽ പ്രോബിലിറ്റി. കണ്ടീഷണൽ പ്രോബിലിറ്റി. പി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് പി മീൻസ് പ്രോബിലിറ്റി. Probability of event A that depends on another event B. It is called a conditional probability. That is, the probability means it's a chance, or it is the chance of happening of an event is called a probability. So, ഇവിടെ എങ്ങനെയാണ്? Probability of event A that depends on the probability depends on another event B. So here there are two events. ഏതൊരു ഇവന്റ് ഉണ്ട്, ബി എന്നൊരു ഇവന്റ് ഉണ്ട്. ഏത് പറയുന്ന ഇവന്റ് എന്ത് ചെയ്യുന്നു? ബി എന്ന് പറയുന്ന ഇവന്റ് ഡിപെൻഡ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പി ഓഫ് എ ഗിവൺ ബി. ഇത്ര അറിഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് ഫോർമുല പഠിക്കാം. പി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെ നമ്മൾ എഴുതും? ഫോർമുലയാണ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പി ഓഫ് ബി. സോ ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ എ ഗിവൺ ബി, എ ഇന്റർസെക്ഷൻ ബി ബൈ ഡിനോമിനേറ്റർ അതുപോലെ എഴുതണം. പി ഓഫ് ബി ഗിവൺ എന്ന് പറഞ്ഞാൽ പി ഓഫ് ഇന്റർസെക്ഷൻ ഇതുപോലെ ബി ഇന്റർസെക്ഷൻ എ ഇന്റർസെക്ഷൻ ബിയും ബി ഇന്റർസെക്ഷൻ എ ആര് എഴുതിയത് ഒരുപോലെയുള്ള. ഇപ്പോൾ ന്യൂമറേറ്റർ ഇതുപോലെ ആലോചിച്ചാൽ മതി. ബൈ ഡിനോമിനേറ്റർ എ. സോ പി ഓഫ് എ. എന്താണ് പി ഓഫ് എ? പി ഓഫ് എ മീൻസ് പ്രോബിലിറ്റി ഓഫ് ഹാപ്പനിങ് ആൻഡ് ഇവന്റ് എ. ഏതൊരു ഇവന്റ് നടക്കാനുള്ള സാധ്യത, ഏത് പറയുന്ന ഇവന്റ് നടക്കാനുള്ള സാധ്യതയാണ് പി ഓഫ് എ. പി ഓഫ് ബി മീൻസ് പ്രോബിലിറ്റി ഓഫ് ഹാപ്പനിങ് ആൻഡ് ഇവന്റ് ബി. ബി എന്ന് പറയുന്ന ഇവന്റ് നടക്കാനുള്ള ചാൻസ് ആണ് പി ഓഫ് ബി. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ഇവന്റ് ഓഫ് ഹാപ്പനിങ് ഓഫ് ബോത്ത് എ ആൻഡ് ബി. എയും ബിയും നടക്കാനുള്ള ചാൻസ് ആണ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെക്സ്റ്റ്, ഇനി സപ്പോസ് ഇപ്പം എയും ബിയും ഇൻഡിപെൻഡന്റ് ഇവന്റ് ആണെങ്കിൽ, ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അവർ തമ്മിൽ എന്തില്ല? ഡിപെൻഡൻസി ഇല്ല. രണ്ടുപേരും സെപ്പറേറ്റ് ഇവന്റ് ആണ്. അതിനടുത്ത് നമുക്ക് ക്വസ്റ്റ്യൻ വരും. ഇൻഡിപെൻഡന്റ് ഇവന്റ് ആണെങ്കിൽ ഫോർമുല എങ്ങനെ മാറുമെന്നറിയോ? പി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റിന്റെ കേസിൽ, ഡിപെൻഡന്റ് ആണെങ്കിൽ എയും ബിയും ഡിപെൻഡന്റ് ആണെങ്കിൽ ഇതാണ് ഇക്വേഷൻ. ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ നമ്മൾ എന്തെഴുതും? പി ഓഫ് എ ഗിവൺ ബി ഈക്വൽ ടു പി ഓഫ് എ, പി ഓഫ് ബി ഗിവൺ എ ഈക്വൽ ടു പി ഓഫ് ബി. ഇതാണ് ഫോർമുല. സോ ഹൗ ടു ബൈ ഹേർട്ട് 1 2 3 4 4 ഫോർമുല ബൈ ഹേർട്ട് ചെയ്യുക. ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ഇക്വേഷൻ ആൻസർ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പി ഓഫ് എ എഴുതുക. ഓക്കെ, ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ഇങ്ങനെ വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ അതെങ്ങനെ വന്നു എന്നറിയോ? ഇതെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ പി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പഠിച്ചു? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പി ഓഫ് ബി നമ്മൾ പഠിച്ചു, ഓൾറെഡി നമ്മൾ പഠിച്ചു. ഈ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി, എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ഇന്റർസെക്ഷൻ എങ്ങനെ വരും അറിയോ? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. ഡിനോമിനേറ്റർ അതേപോലെ പി ഓഫ് ബി. ഇതിനെ കട്ട് ചെയ്താൽ ബാക്കി എന്ത് വരും? പി ഓഫ് എ ഗിവൺ ബി ഈക്വൽ ടു പി ഓഫ് എ. സോ ഇങ്ങനെയാണ് ആ സ്റ്റെപ്പ് വന്നത്. സോ ഇത് നമുക്ക് ആവശ്യമില്ല. ജസ്റ്റ് ഈ രണ്ട് ഫോർമുലാസ് ബൈ ഹേർട്ട് ചെയ്യുക. രണ്ട് ഫോർമുലാസ് ബൈ ഹേർട്ട് ചെയ്യുക. ഓക്കെ, വൺ മോർ തിങ്. ഇവിടെ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ എന്ത് എഴുതണം? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. ഇവിടെ എങ്ങനെ വരും? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? നമുക്ക് ഓൾറെഡി അറിയാം പി ഓഫ് എ യൂണിയൻ ബി എന്താ? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. സോ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ യൂണിയൻ ബി. ഇപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ഫോർമുലാസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ബൈഹാർട്ടായിട്ട് പഠിക്കേണ്ട ഫോർമുലാസ് എന്ന് വെച്ചാൽ 1 2 പിന്നെ 3. ഇൻഡിപെൻഡന്റ് കേസ് സെപ്പറേറ്റ് എങ്ങനെ പഠിക്കും? 1 2 3. ഈ 6 ഫോർമുലാസ് അങ്ങ് ബൈഹാർട്ടായിട്ട് പഠിക്കണം. ഓക്കെ, അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് നമുക്ക് ഇനിയും ചാപ്റ്ററിലേക്ക് നമ്മുടെ പ്രോബ്ലംസിലേക്ക് കയറാം. ഈസി ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. When a fair die is rolled, what is the probability of A given B, where A is the event of getting an odd number and B is the event of getting a number less than or equal to 3? So, നമ്മുടെ ക്വസ്റ്റൻ എന്താണ്? When a fair die is rolled, ആരെ നമ്മൾ റോൾ ചെയ്യുന്നത്? ഒരു ഡൈ. ഡൈ മീൻസ് which are the possible outcomes? 1 2 3 4 5 6 അല്ലേ? ഒരു ഡൈയെ നമ്മൾ റോൾ ചെയ്യുമ്പോൾ, ഒരു ഡൈസ് നമ്മൾ റോൾ ചെയ്യുമ്പോൾ ഏതൊക്കെയാണ് പോസിബിൾ ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ? പോസിബിൾ ഔട്ട്കംസ് ഏതൊക്കെയാണ്? 1 2 3 4 5 6. ഇതാണ് നമ്മുടെ ഒരു ഡൈസ് റോൾ ചെയ്യുമ്പോൾ കിട്ടുന്ന പോസിബിൾ ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ ക്വസ്റ്റൻ, വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി? അണ്ടർലൈൻ എ ഗിവൺ ബി. എ ഗിവൺ ബി നമുക്ക് കണ്ടുപിടിക്കണം. വിച്ച് മീൻസ് ഹൗ വിൽ റൈറ്റ്? നമ്മൾ എങ്ങനെ എഴുതും? പ്രോബിലിറ്റി ഓഫ് മീൻസ് ബ്രാക്കറ്റ് എ ഗിവൺ ബി. പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഇതാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. എ ഈസ് ദ ഇവന്റ് ഓഫ് ഗെറ്റിംഗ് ഓഡ് നമ്പർ. എ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് എ? എ മീൻസ് ഇവന്റ് ഓഫ് ഗെറ്റിംഗ് ഓഡ് നമ്പർ. എന്താണ് ബി എന്ന് പറഞ്ഞാൽ? ഇവന്റ് ഓഫ് ഗെറ്റിംഗ് എ നമ്പർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. ഇവന്റ് ഓഫ് ഗെറ്റിംഗ് number less than or
ഈക്വൽ ടു 3. ഇതാണ് നമ്മുടെ എന്ത് ബി. അപ്പോൾ ഇവന്റ് ഓഫ് ഗെറ്റിംഗ് ഓഡ് നമ്പർ കിട്ടുക എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് നമ്മുടെ ഓഡ് നമ്പർ? ഇതിൽ ഓഡ് നമ്പർ ഏതൊക്കെയാണ്? ഓഡ് 1, 3, 5. സോ ഈ ഓഡ് നമ്പർ ഏതൊക്കെയാണ്? 1, 3, 5. ഇത് 3 ഓഡ് നമ്പർ. കണ്ടേ, ഇത് 3 ഓഡ് നമ്പർ. അപ്പോൾ എത്ര ഓഡ് നമ്പർ ഉണ്ട്? 3 ഓഡ് നമ്പർ. സോ എൻ ഓഫ് എൻ എന്ന് വെച്ചാൽ നമ്പർ, എൻ ഓഫ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 3. അതായത് 3 ഓഡ് നമ്പറാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ പി ഓഫ് എങ്ങനെ എഴുതാം? പി ഓഫ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് അല്ലെ, പ്രോബബിലിറ്റി ഇക്വേഷൻ. നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. സോ പി ഓഫ് എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പർ കിട്ടാനുള്ള നമ്മുടെ ചാൻസ്. എത്ര ഓഡ് നമ്പർ ഉണ്ടെന്ന് നമ്മൾ നോക്കുന്നത്. എത്ര ഫേവറബിൾ ഔട്ട്കംസ് ഉണ്ട്? എത്ര ഓഡ് നമ്പർ ഉണ്ട്? 3. ടോട്ടൽ എത്ര ഔട്ട്കംസ് ഉണ്ട്? ഡൈ ത്രോ ചെയ്യുമ്പോൾ 6. സോ വാട്ട് ഈസ് ആൻസർ? 3 കട്ട് ചെയ്യുമ്പോൾ ഡിവൈഡ് ബൈ 3 നമ്മൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1/2. ദാറ്റ് ഈസ് പി ഓഫ് എ. ദാറ്റ്സ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഇവന്റ് ഓഡ് നമ്പർ. നെക്സ്റ്റ് പി ഓഫ് ബി. Event of getting a number less than or equal to 3. The number should be 3, equal to 3 or less than 3. So which are the numbers? 1, 2, 3. These are the numbers. The number which is equal to 3 or less than 3 means അതിന് എത്ര നമ്പർ ഉണ്ട്? 3 നമ്പർ. അപ്പോൾ അവിടെ എത്ര ഉണ്ട്? 3 എണ്ണം. സോ എൻ ഓഫ് ബി എന്ന് പറഞ്ഞാൽ 3 നമ്പർ. അപ്പോൾ പി ഓഫ് ബി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എന്ന് പറഞ്ഞാൽ എത്ര ഫേവറബിൾ ഔട്ട്കംസ്, എത്ര നമ്പേഴ്സ് ഉണ്ട്? ഈക്വൽ ടു 3 ഓർ ലെസ് ദാൻ 3. എത്ര നമ്പർ ഉണ്ട്? 3 നമ്പേഴ്സ് ബൈ ടോട്ടൽ ഔട്ട്കംസ് 6. 1/2 കട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1/2. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബിയുടെ കണ്ടുപിടിക്കണം. എയുടെയും ബിയുടെയും ഇന്റർസെക്ഷൻ മീൻസ് എന്താണ്? ബോത്ത്, രണ്ടിലും വരുന്നതിന് നമ്മൾ എഴുതണം. ബോത്ത് എ ആൻഡ് ബി. അപ്പോൾ ഇതിനകത്ത് രണ്ടിലും ഏതൊക്കെ നമ്പർ ഉണ്ട്? 1 ഉണ്ട്, 3 ഉണ്ട്. അപ്പോൾ രണ്ടിലും ഏതൊക്കെ നമ്പർ ഉണ്ട്? 1 ഉണ്ട്, 3 ഉണ്ട് അല്ലേ? അപ്പോൾ രണ്ടിലും വരുന്നത് ഏതൊക്കെയാണ്? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ ഏതൊക്കെ നമ്പർ ഉണ്ട്? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ 1 ഉം 3 ഉം. അപ്പോൾ എത്ര നമ്പർ ഉണ്ട്? 2 നമ്പർ. അപ്പോൾ അതിന്റെ പ്രോബബിലിറ്റി എങ്ങനെ എഴുതും? 2/6 ഈക്വൽ ടു 1/3. 2 വെച്ച് ഡിവൈഡ് ചെയ്തു. എനിക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? പി ഓഫ് എ ഗിവൺ ബി. എന്താണ് പി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ ഡിനോമിനേറ്റർ ബി ആ. സോ പി ഓഫ് ബി. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ 1/3. എ ഇന്റർസെക്ഷൻ ബി ബൈ ഡിവൈഡഡ് ബൈ പി ഓഫ് ബി. പി ഓഫ് ബി എന്ന് പറഞ്ഞാൽ 1/2. സോ ഡിവൈഡ് ബൈ 1/2. ഡിവിഷൻ ആകുമ്പോൾ നമ്മൾ എന്ത് എഴുതണം? ഇൻറ്റു എഴുതി റെസിപ്രോക്കൽ. 1 into 2, 2. So 2/3 into 1, 3. So the answer is 2/3. ഇതാണ് നമ്മുടെ എന്താ? പി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ. ഓക്കെ ആണോ? ഇതേമാതിരി നമുക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ നമുക്ക് ഇതേപോലെ നമുക്ക് ചെയ്യണം. ഓക്കെ. 2 cards are drawn from a deck of 52 cards. അപ്പോൾ മൊത്തം എത്ര കാർഡുണ്ട്? 52 കാർഡുണ്ട്. മൊത്തം 52 കാർഡിന് എത്ര കാർഡിനെ എടുക്കണം? 2 കാർഡിനെ. അപ്പോൾ ഫസ്റ്റ് കാർഡ് ഈസ് നോട്ട് റീപ്ലേസ്ഡ് ബിഫോർ ഡ്രോയിങ് ദ സെക്കൻഡ് കാർഡ്. അടുത്ത കാർഡിനെ എടുക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യാൻ പാടില്ല? ഫസ്റ്റ് കാർഡ് നമ്മൾ റീപ്ലേസ് അത് തിരിച്ച് വെക്കാനായിട്ട് പാടില്ല. ഓൾറെഡി ഒരു കാർഡ് എടുക്കുന്നു, അതിനുശേഷം അടുത്ത കാർഡ് എടുക്കുന്നു. 2 കാർഡും എന്താവണം? കിങ് ആവണം. 2 കാർഡും കിങ് ആവാനുള്ള ചാൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മൊത്തം 52 കാർഡിൽ എത്ര റെഡ് ഉണ്ട്? മൊത്തം 52 കാർഡിൽ 26 റെഡ് കാർഡും 26 ബ്ലാക്ക് കാർഡും. 26 റെഡിൽ തന്നെ 13 അതായത് ഡയമണ്ട്, ഹേർട്ട്, സ്പെയ്ഡ്, ക്ലബ്ബ്, അങ്ങനെ 13 വരെ സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ മൊത്തം എത്ര കിങ്സ് ഉണ്ട്? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? കിങ്ങിന് 2 റെഡ് കിങ്ങും 2 ബ്ലാക്ക് കിങ്ങും ഉണ്ട് അല്ലേ? സോ 2 റെഡും 2 ബ്ലാക്കും. അങ്ങനെ മൊത്തം എത്ര കിങ് ഉണ്ട്? 4 കിങ്സ് ആർ അവൈലബിൾ. സോ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് 52 കാർഡിൽ നിന്ന് ഐ വാണ്ട് ടു ചൂസ് 1 കാർഡ്. ആ കാർഡ് എന്തായിരിക്കണം? കിങ് ആയിരിക്കണം. അപ്പോൾ ഫേവറബിൾ ഔട്ട്കം എത്രയാ? മൊത്തം എത്ര കിങ് ഉണ്ട്? 52ൽ 4. സോ 4 ടോട്ടൽ 52. അപ്പോൾ ഞാൻ ഒരു കാർഡിനെ എടുത്തു. അതായത് 52 കാർഡിൽ നിന്ന് ഞാൻ ഒരു കാർഡിനെ ഒരു കിങ്ങിനെ എടുത്താൽ 4/52. അത് ഞാൻ റീപ്ലേസ് ചെയ്യുന്നില്ല, വിത്തൗട്ട് റീപ്ലേസിങ്, അത് തിരിച്ചു വെക്കുന്നില്ല. അപ്പോൾ ഒരു കാർഡ് ഞാൻ ഓൾറെഡി എടുത്തു. റിമൈനിങ് എത്ര കാർഡുണ്ട്? എത്ര കിങ് ഉണ്ട്? 3 കിങ്. ഒരു കാർഡ് ഓൾറെഡി എടുത്തല്ലോ. അപ്പോൾ ബാക്കി എത്ര ഫുൾ കാർഡുണ്ട്? 51. 52 നിന്ന് എടുക്കുമ്പോൾ ബാക്കി 51 കാർഡ്. അപ്പോൾ നെക്സ്റ്റ് കാർഡിന് കിങ് ആവാനുള്ള ചാൻസ് 3/51. അതായത് ഒരു കാർഡ് ഓൾറെഡി എടുത്തു, അത് റീപ്ലേസ് ചെയ്യുന്നില്ല. സോ ആൻസർ വിൽ ബി 3/51. നമ്മൾ ചോദിച്ചിരിക്കുന്നത് ബോത്ത് മീൻസ് എന്തെടുക്കണം? ഇന്റർസെക്ഷൻ. പ്രോബബിലിറ്റി ദാറ്റ് കാർഡ് 1 കിങ് ഇന്റർസെക്ഷൻ കാർഡ് 2 ഓൾസോ കിങ്. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇന്റർസെക്ഷൻ ആകുമ്പോൾ നമ്മൾ അവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഈ രണ്ടുകൂടെ ഇൻഡു ചെയ്തു. നോർമലായിട്ട് നമ്മൾ ഇൻഡു ചെയ്തപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 1/221. ബോത്ത് കാർഡ്സ് കിങ്സ് അതാണ് നമ്മൾ ചോദിച്ചേക്കുന്നത്. എ ഗിവൺ ബി ഒന്നും അല്ല ചോദിച്ചേക്കുന്നത്. ഒരു സെപ്പറേറ്റ് ക്വസ്റ്റൻ ആയിട്ട് നമുക്ക് ചോദിച്ചേക്കുക. ഓക്കെ, ഡൗട്ടില്ലല്ലോ? ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് അടുത്തത് പറഞ്ഞാൽ എ ആൻഡ് ബി ആർ 2 ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ഇൻ റാൻഡം എക്സ്പെരിമെന്റ് ദെൻ പി ഓഫ് എ ഗിവൺ ബി. സോ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എയും ബി എന്താണ്? ഇൻഡിപെൻഡന്റ് ആണ്. ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ നമ്മൾ കണ്ടീഷൻ നേരത്തെ പറഞ്ഞു. എന്താണ് കണ്ടീഷൻ? ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണെങ്കിൽ പി ഓഫ് എ ഗിവൺ ബി ഈസ് ഓൾവേസ് ഈക്വൽ ടു പി ഓഫ് എ. പി ഓഫ് ബി ഗിവൺ എ ഈസ് ഓൾവേസ് ഈക്വൽ ടു പി ഓഫ് ബി. സോ ആ കേസിൽ നമ്മുടെ ചോദ്യം എന്താണ്? വാട്ട് ഈസ് പി ഓഫ് എ ഗിവൺ ബി? സോ ആൻസർ ഈസ് പി ഓഫ് എ. സോ ആൻസർ ഈസ് പി ഓഫ് എ. പി ഓഫ് എ ഗിവൺ ബി ഈസ് പി ഓഫ് എ സിൻസ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡന്റ്. ഓക്കെ. Second question, consider random experiment of tossing a die. Event A is getting odd number, event B is getting even number. I want to find P of A given B and P of B given A. So നമുക്ക് എന്താ വേണ്ടത്? ഡൈ ടോസ് ചെയ്യണം. ഡൈ ടോസ് ചെയ്യുമ്പോൾ എത്ര ഔട്ട്കംസ് ഉണ്ട്? ഒരു ഡൈ ടോസ് ചെയ്യുമ്പോൾ ഫുള്ളി 6 ഔട്ട്കംസ് ഉണ്ട് അല്ലേ? ഓഡ് കിട്ടണം. ഓഡ് ഏതൊക്കെയാ? 1 3 5. ഈവൻ 2 4 6. ടോട്ടൽ എത്ര ഔട്ട്കംസ് ഉണ്ട്? 6 ഔട്ട്കംസ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എ എന്ന് പറഞ്ഞാൽ 1 3 5 ഓഡ് നമ്പർ. ബി എന്ന് പറയുമ്പോൾ 2 4 6. എൻ ഓഫ് എ is equal to 3 and എൻ ഓഫ് ബി is also equal to 3. സോ പി ഓഫ് എ ഫേവറബിൾ ഔട്ട്കം ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം ചെയ്യുമ്പോൾ നമുക്ക് അത് കിട്ടും. പിന്നെ എന്ത് കണ്ടുപിടിക്കണം? ഇന്റർസെക്ഷൻ. ഇവിടെ ഏതെങ്കിലും നമ്പർ ഇന്റർസെക്ഷൻ ഉണ്ടോ? ആരെങ്കിലും ഇന്റർസെക്ഷൻ ഉണ്ടോ? കോമൺ ഉണ്ടോ? ബോത്ത് ഇല്ല. സോ ഇന്റർസെക്ഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ 0. എനിക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഐ വാണ്ട് ടു ഫൈൻഡ് പി ഓഫ് എ ഗിവൺ ബി
പി ഓഫ് എ ഗിവൺ ബി ഈസ് എന്താണ്? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പി ഓഫ് ബി. അവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 0 ഡിവൈഡഡ് ബൈ 1/2. സോ ആൻസർ ഈസ് 0. പി ഓഫ് ബി ഗിവൺ എ ഈസ് ഓൾസോ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പി ഓഫ് എ. 0 ഡിവൈഡ് ബൈ 1/2 ഈസ് ഈക്വൽ ടു 0. സോ ഈ ക്വസ്റ്റിന് ആൻസർ എന്താണ്? 0. അതേപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയാം. എയും ബിയും ടു ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണ്. എ ആൻഡ് ബി ആർ ടു ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്. പി ഓഫ് എ അവർ തന്നിട്ടുണ്ട്, പി ഓഫ് ബി തന്നിട്ടുണ്ട്. ഐ വാണ്ട് ടു ഫൈൻഡ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഡിപെൻഡന്റ് ആകുമ്പോൾ എന്തായിരിക്കും? നമ്മൾ പഠിച്ചു പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഫോർമുല ഉണ്ടായിരുന്നു. എന്താണ് ഇൻഡിപെൻഡന്റ് ആകുമ്പോൾ എ ഇന്റർസെക്ഷൻ ബി? ഇൻഡിപെൻഡന്റ് ഇവന്റ്സിലെ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി മീൻസ് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യും? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി നമ്മൾ സോൾവ് ചെയ്യുക. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈസ് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോൾവ് ചെയ്യുക. നെക്സ്റ്റ് ഈസ് പി ഓഫ് എ യൂണിയൻ ബി. പി ഓഫ് എ 0.3യും പി ഓഫ് ബി എന്ന് പറയുന്നത് 0.4 ഉണ്ടോ? പി ഓഫ് എ യൂണിയൻ ബിയും പി ഓഫ് എ ഗിവൺ ബിയും കണ്ടുപിടിക്കാനുണ്ട്. പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? ഫോർമുല ബൈ ഹാർട്ട് ചെയ്യണം. പി ഓഫ് എ യൂണിയൻ ബി എന്ന് വെച്ചാൽ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. 3 + 4 7. 0.7 മൈനസ് 0.12 17 കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടും ആൻസർ. നെക്സ്റ്റ് പി ഓഫ് എ ഗിവൺ ബി. പി ഓഫ് എ ഗിവൺ ബി ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് പി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ എന്താ? പി ഓഫ് എ വാല്യൂ എന്താണ്? 0.3. ചെയ്ത് നോക്കണേ. ഓക്കെ, താങ്ക് യു.